ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പവിത്രമായ കഅബ പണിയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. അതിന് കരാറിട്ടു. കഅബ പൂർത്തിയാക്കി തന്റെ പ്രിയപ്പെട്ട മകനെയും ചേർത്ത് നിർത്തിയിട്ട് ദുആ ചെയ്ത പ്രാർത്ഥനയിലുണ്ട്, അല്ലാഹുവേ നീ ഒരു പ്രവാചകനെ ഈ സമൂഹത്തിന് നീ അയച്ചു കൊടുക്കണേ അല്ലാഹ്. അതൊക്കെ ഖുർആനാണ്, സൂറത്തുൽ ബഖറ. എന്തിനാ ഈ ചരിത്രമൊക്കെ പറയുന്നത്? മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ എന്താ ദുആ? എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു കൽപ്പിച്ചത്? പറയണം, ഒരുപാട് പറയണം, ഒരുപാട് വിഷയത്തിലേക്ക് പോകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعهدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين والعاكفين والركع السجود. പരിശുദ്ധമായ കഅബാലയം പണിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്തു. ആരോട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെ കൂട്ടി പണി നടത്തി പൂർത്തീകരിച്ചു. ചുരുക്കി പറയാൻ നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. കഅബ പൂർത്തീകരിച്ചതിന് ശേഷം സൽക്രമം ചെയ്താൽ അതിന്റെ തൊട്ടുപിറകെ ദുആ ചെയ്യൽ സുന്നത്തുണ്ട്, അല്ലേ? ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് അല്ലാഹ് കരാർ നടത്തിയതാ, അല്ലാഹു പറഞ്ഞിട്ടാ. എന്നിട്ടും അല്ലാഹുവിനോട് പറയണം എന്ത്? اللهم ربنا تقبل منا إنك أنت السميع العليم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനാകുന്ന ഇസ്മായിലും കൂടി പരിശുദ്ധമായ കഅബ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പൂർത്തീകരിക്കുകയാണ്. എല്ലാ പണിത് പൂർത്തീകരിച്ചിട്ട് കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് നാഥനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. സത്യത്തിൽ ആ ദുആഇന്റെ ആവശ്യമേ ഇല്ല. കാരണം എന്ത്? അല്ലാഹ് പറഞ്ഞതാ പണിയാൻ, പൂർത്തീകരിച്ചിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥീകരിച്ചിട്ട് പറയുക എന്ത്? റബ്ബേ ഇത് സ്വീകരിക്കണേ എന്ന്. ഈ ദുആണ് നമ്മൾ എവിടെ ദ്വാരക്കുന്നത്? കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കൂല. അവസാനം സാധുമാര് മുത്തല്ലിമുകൾ ദ്വാരക്കുമ്പോൾ ലാസ്റ്റ് എന്ത് പറയും? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ദ്വാരക്കോ ഇല്ലയോ? നമുക്കിതൊക്കെ പറയുമ്പോൾ വേറെ ജോലിയൊന്നുമില്ല. ഇപ്പോഴും പഴയ ദുആ നമ്മുടെ പള്ളിയിൽ. ചില ആളുകൾ അങ്ങനെയുണ്ട്. നമുക്ക് ഈ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ ഈ ദുആഇന്റെ വലിപ്പം അറിയില്ല. സുന്നികളുടെ ഒരു പോരായ്മ ഞാൻ പറഞ്ഞു തരാണ് കേട്ടോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാദിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമുക്കറിയില്ല ഇതിന്റെ ഒന്നും വലിപ്പം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വല്യാപ്പ ദ്വാരന്നിട്ട് രക്ഷപ്പെട്ടത് ആ ദുആയിലൂടെയാണ്. പക്ഷെ ഇതൊക്കെ ഇന്ന് ചേർത്ത് വെച്ചിട്ട് ളുഹറിന് അസ്റിനൊക്കെ ഉസ്താദുമാർ ദ്വാരെന്ന് നമ്മൾ പറയും. ഈ മൂല്യാർ ഇപ്പോഴും ആ പഴയ ഐറ്റമാണ്, ഇതുവരെ കരകയറിയില്ല. ഇല്ല, പള്ളി പോണം, അവിടെ മുസ്ലിയാർ നല്ല രസം കെട്ടുകെട്ട് കെട്ടക്കട്ട പൊട്ടിച്ചു കുറെ ഉംകുർലന വല തുംകുറാലീന ഉൻസുർന വല തൻസുറാലീന. അയാൾ നല്ല വിവരമാട്ടോ, അയാൾ കൊള്ളാം. ഇതാണ് നമുക്ക് പറ്റിയൊരു പറ്റ്. സുന്നികളായ നമ്മളെ സംബന്ധിച്ച് തന്നെ ചില ആളുകൾക്കുള്ളൊരു പ്രശ്നം അതാണ്. അലിമികളെ മുത്തലികളല്ല, സാധാരണക്കാരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. നമുക്കിതിനെ കടിച്ചാൻ പൊട്ടാത്ത വാക്കുകൾ കേൾക്കണം, അപ്പോഴേ നമുക്ക് ഭയങ്കര സംഭവം ഉണ്ടാവുള്ളൂ. എന്നാ വാരിദായ സുന്നത്തായ ദുആകൾ എത്രയാണ്, അതൊന്നും നമ്മൾ ദുആയിൽ കൊണ്ടുവരുന്നില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തതാ. ഇബ്രാഹിം നബിയെ നീ പിൻപറ്റിക്കോ എന്ന് ഖുർആൻ പറഞ്ഞിട്ടും ഈ ദുആ നമ്മൾ കൊണ്ടുവരുന്നില്ല. അത്തിപ്പറ്റ ഉസ്താദ് പറയുമായിരുന്നു, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ടു ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അത്രയെങ്കിലും നിങ്ങൾ ദ്വാരന്നിട്ടേ പോകാവുള്ളേ എന്ന് അത്തിപ്പറ്റ ഉസ്താദ് എപ്പോഴും പറയും. അല്ലാഹുവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഈ അടുത്തിടെ മൺമറഞ്ഞുപോയ സമുന്നതനായ ഉലമാക്കൾ അല്ലാഹുവരുടെ എല്ലാവരുടെയും ദറജ ഉയർത്തുമാറാവട്ടെ.
എന്തുകൊണ്ട്? നമുക്ക് ധൃതിയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് നീ പോകുന്നതിന് മുമ്പ് ഇത്രയെങ്കിലും ദുനിയാവും ആഖിറവും രണ്ടും ഉണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, അതിനു മുമ്പ് എന്ത് വേണം? ഒരു ഹംദ്, അതിനുശേഷം ഒരു സലാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത്രയും ചെയ്തിട്ട് മാത്രം പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും ചുരുങ്ങിയത് എത്ര ധൃതിയാണെങ്കിലും ഇതൊക്കെ ആകെ 2-3 സെക്കൻഡേ ഉള്ളൂ. അതെങ്ങനെ ചെയ്തിട്ട് വേണം പോകാൻ. എന്തുകൊണ്ട്? ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം. നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം എഴുന്നേറ്റ് പോകലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി കരാർ ചെയ്തെടുത്തതാ. ആ കരാർ പൂർത്തീകരിച്ചിട്ട് അങ്ങ് പോയാ മതി. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, പടച്ച റബ്ബേ, ഇത് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഇത് നീ സ്വീകരിക്കണേ അല്ലാഹ്, തഖബ്ബൽ മിന്നാ. അതാണ് വലുത്. സ്വീകരിച്ചില്ലേ പോയില്ലേ. ഈ നിസ്കാരാർക്ക്, ഈ നോമ്പാർക്ക്, ഈ സകാത്താർക്ക്, ഈ ഹജ്ജാർക്ക്, ഈ സിയാറത്താർക്ക് ഇതൊക്കെ പടച്ച റബ്ബ് സ്വീകരിക്കണം. ഈ സദഖകൾ, ഈ അമലുകളൊക്കെ സ്വീകരിക്കണം. അതുകൊണ്ട് തഖബ്ബൽ മിന്നാ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ചെറിയ ദുആ അല്ല, ഭയങ്കര പഠിക്കാനുണ്ട്. സൂറത്തുൽ ബഖറയാണിത്, ഖുർആനിലുള്ള ആയത്താണിത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ആയിരുന്നു. ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ربنا وابعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب. അല്ലാഹുവേ, അവരിൽ നിന്ന് അവരിലേക്ക് നീ ഒരു പ്രവാചകനെ അയക്കണേ അല്ലാഹ്. അറബികളുടെ കൂട്ടത്തിൽ നിന്ന്, ഖുറൈശി ഗോത്രത്തിൽ നിന്ന് ഒരു പ്രവാചകനെ നീ അയക്കണേ അല്ലാഹ്. എന്തിനു വേണ്ടി? ലിയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്. അദ്ദേഹം അവരെ തസ്കിയത്ത് നടത്തുകയും അദ്ദേഹം അവരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ആര് പഠിപ്പിക്കണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണം. പ്രവാചകൻ അർത്ഥം പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു വ്യക്തിയെ നീ അയക്കണേ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു അങ്ങനെ തന്നെ അയച്ചു. ഖുർആൻ പറയാണ് സാക്ഷ്യപ്പെടുത്താൻ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. അവർക്ക് വലിയ അനുഗ്രഹം അല്ലാഹു നൽകിയിരിക്കുന്നു. എങ്ങനെ? അവർക്ക് അല്ലാഹു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകൻ അവർക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പ്രവാചകൻ അല്ലാഹു അയച്ചു. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയെ ഹിദായത്ത് കിട്ടുകയുള്ളൂ. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രവാചകന്റെ കൈകളിലേക്ക് അല്ലാഹു ഖുർആൻ നൽകിയത്. ഈ ഹിദായത്താണ് നമ്മൾ 5 വഖത്ത് നമസ്കാരത്തിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്ക് അല്ലേ? 5 വഖത്ത് നമസ്കാരത്തിൽ നമ്മൾ ചോദിക്കുന്ന ഏത് സൂക്തമാണ്? ഏതാ കൂടുതൽ ഓതുന്നത്? സൂറത്തുൽ ഫാത്തിഹ. ഷാഫി മദ്ഹബല്ലേ നമ്മളിവിടെ? ആണോ? അനക്കമില്ലല്ലോ. ആണോ? ആണെന്ന അഭിപ്രായമുള്ളവർ കൈ ഉയർത്തിക്ക് നോക്കട്ടെ. അതെ, അല്ലാഹു ഷാഫി ഇമാമിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. എല്ലാ മഹത്തുക്കളും അവരുടെ ഒക്കെ അർബഅത്തുൽ ഇമാമിയങ്ങളുടെ അയിമ്മത്തുകളുടെ ഒക്കെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. അവരുടെ ഒക്കെ ഒരു മദദ്, ഒരു പൊരുത്തം അല്ലാഹു ഈ സദസ്സിൽ നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാനത് ചോദിക്കാൻ കാരണം, ഷാഫി മദ്ഹബിൽ ഫാത്തിഹ സൂറത്ത് എല്ലാ വഖത്തിലും അഥവാ എല്ലാ റക്അത്തുകളിലും ഓതൽ നിർബന്ധമാണ്. എല്ലാ റക്അത്തുകളിലും ഓതണം. സുബൈ 2 റക്അത്താണെങ്കിൽ ആ 2 റക്അത്തിലും ഓതണം. ഇമാമും ഓതണം, മഅ്മൂമും ഓതണം. മഅ്മൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്തുടർന്നവനാണ്. എപ്പോ? തുടക്കം മുതലേ ഉള്ളവൻ. മഅ്മൂമല്ല, മസ്ബൂക്കല്ല. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ പിന്തി തുടർന്നവനാണ്, കുറച്ച് കഴിഞ്ഞ് വന്ന ആളാണ്. അവന് എന്തുകൊണ്ടാ? വന്നതേ ഉള്ളൂ, ഇമാം റുക്കൂയിലേക്ക് പോയി എങ്കിൽ അവൻ വേറെ വന്ന് നിയത്ത് ചെയ്ത് കൈകെട്ടിയിട്ട് വേഗം റുക്കൂയിൽ വന്ന് സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദി ഒരു പ്രാവശ്യം പറഞ്ഞാൽ അനക്കമടങ്ങിയാൽ ആ റക്അത്ത് കിട്ടി. ഇതാണ് പണ്ഡിത വശം. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെറുപ്പക്കാരൊക്കെ പഠിച്ചിട്ടുള്ളതും ജീവിതത്തിൽ ആകെക്കൂടി അമൽ ചെയ്യുകയും ചെയ്യുന്ന ഒരേ ഒരു മസലയാണിത്.
ശരിക്കും അമലെടുത്തിട്ടുണ്ട്. ഇത് പഠിക്കാത്ത ചെറുപ്പക്കാർ കുറവായിരിക്കും. റമദാനിൽ നോമ്പ് തുറന്നുകൊണ്ടിരിക്കും, എല്ലാം കഴിഞ്ഞ് കിടുപിട ഓടി വന്നിട്ട് പെട്ടെന്ന് വന്ന് ഇമാം റുക്കൂ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കാൻ. തറാവീഹിനെ പള്ളിയിൽ പോകുന്നു, ഇമാം റുക്കൂ ചെയ്യാൻ കാത്തു നിൽക്കുക. അതുവരെ ഇങ്ങനെ വെളിയിൽ നിൽക്കും, വെള്ളമൊക്കെ കുടിച്ച് ഓടി വന്നിട്ട് പിന്നെ കൈ കെട്ടിയിട്ട് പെട്ടെന്ന് റുക്കൂവിലെത്തി ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് റക്അത്ത് ഒപ്പിക്കലാണ്. അങ്ങനെ അമൽ ചെയ്യുന്ന കൂട്ടത്തിലാണ് അധിക ചെറുപ്പക്കാരും. അത് വേണ്ട, നേരത്തെ വരിക, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് വലുതാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഫാത്തിഹ സൂറത്തിൽ എല്ലാ റക്അത്തുകളിലും നമുക്ക് നിർബന്ധമാണ് ഫാത്തിഹ സൂറത്ത്, അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, മല്ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത്ത ലാ. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം കബൂലല്ല. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാർ തൻസീൽ വ അസ്റാർ തഅ്വീൽ എന്ന മഹത്തായ തഫ്സീറിൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഫാത്തിഹ വിശദീകരിച്ചിടത്ത് ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പഠിച്ചിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളും പറഞ്ഞു, എന്ത്? ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടില്ല എങ്കിൽ എല്ലാ റക്അത്തുകളിലും നമ്മൾ തറാവീഹ് നിസ്കരിക്കും, അവിടെ എന്ത് വേണം? മഅ്മൂം അടക്കം എന്ത് ഓതണം? ഫാത്തിഹ ഓതണം. ആവശ്യം ഇത് ചെറിയ സൂറത്ത് അവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് ചിലപ്പോൾ പോകും, ബുള്ളറ്റൊക്കെ ഓടിച്ച് അവിടെ പോയിട്ട് പിന്നെ വേഗം ഫാത്തിഹ ഓതണ്ടാന്ന് ഇവൻ കരുതിയിരിക്കുന്നത്. സംഭവം ഫാത്തിഹ ഓതണം, നിസ്കാരം ഇല്ല. അതാണ് ഈ പറഞ്ഞത്, മല്ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത്ത ല. സയ്യിദുനാ റസൂലുള്ളാഹി. ഫാത്തിഹ സൂറത്ത് ഓതിയേ പറ്റുള്ളൂ, ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ ഫാത്തിഹ സൂറത്ത് നിർബന്ധമാണ്. ഒരു ദിവസം എത്ര വഖത്ത് നിസ്കരിക്കുന്നുണ്ട്? എത്ര വഖത്തുണ്ട്? 5 വഖത്തുണ്ട്. എത്ര ഫാത്തിഹ പോതും? 17 റക്അത്തുകളാണ് 5 വഖത്ത്. സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4, 17 റക്അത്താണ്. 17 റക്അത്തുകളിലൂടെ എത്ര പ്രാവശ്യം ഫാത്തിഹ ഓതുന്നുണ്ട്? 17 പ്രാവശ്യം ഫാത്തിഹ ഓതൽ ഫർള് മാത്രം നിസ്കരിക്കുകയാണെങ്കിൽ, സുന്നത്തെങ്കിൽ അതും കൂടി. അപ്പൊ ഒരു ദിവസം മോമിനായ മനുഷ്യന് നിർബന്ധമായും അള്ളാഹുവിനോട് 17 പ്രാവശ്യം ചോദിച്ചിരിക്കണം. എന്ത്? ഹിദായത്ത്. ഹിദായത്ത് എവിടെ ചോദിക്കുന്നു? ഈ ഫാത്തിഹ സൂറത്തിലുണ്ട്, അല്ലേ? ഫാത്തിഹ സൂറത്തിലില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اهدنا الصراط المستقيم اهدنا الصراط المستقيم. നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതാണ് ഹിദായത്ത് ചോദിക്കാൻ. ഈ സൂക്തത്തിന് ഒരു പേരുണ്ട്. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു തന്നെ 19 പേരുകൾ തഫ്സീറിൽ പറയുന്നുണ്ട്. അതിലൊരു പേരാണെന്ത്? ഈ സൂറത്തിന് സൂറത്തു ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന് പേരുണ്ട്. ശ്രദ്ധിക്കണേ, എന്താ പേര്? ഫാത്തിഹയുടെ ഒരു പേരാണ് പറയുന്നത്. ഉമ്മുൽ ഖുർആൻ ഒരു പേരാണ്, സൂറത്തുൽ ഫാത്തിഹ ഒരു പേരാണ്, അതുപോലെ ഒരു പേരാണ് എന്ത്? സൂറത്തു ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തം. ഏതാണ് ആ പ്രാർത്ഥന? ആകെയുള്ള പ്രാർത്ഥനയുടെ വാക്കിതാണ്, വേറൊന്നുമില്ല. പ്രാർത്ഥന തുടക്കം മുതൽ ഇങ്ങോട്ട് നോക്കിയ പ്രാർത്ഥന ഇതാണ്. ഏത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർത്തേനെ അല്ലാഹ്. ഇതാണ് ദുആഇന്റെ വാക്ക്. അപ്പൊ ഈ വാക്കിലേക്ക് ചേർത്തിട്ട് ഈ ഒരൊറ്റ ഹിദായത്തിന്റെ ചോദ്യമുള്ളത് കൊണ്ട് ഇമാം ബൈലാവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം രേഖപ്പെടുത്തി ഈ സൂക്തത്തിന് എന്ത് പേരുണ്ട്? സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന് പേരുണ്ട്. ശ്രദ്ധിക്കേണ്ട വാക്കാണിത്. അപ്പൊ ഹിദായത്ത് ചോദിക്കാൻ, ഹിദായത്ത് ചോദിക്കാൻ ചെറിയ കാര്യമല്ല. ഹിദായത്ത് ചോദിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹിദായത്ത് കിട്ടാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചത്. ലിയുസക്കീഹിം, മനുഷ്യനെ തസ്കിയത്ത് നടത്തി പരിശുദ്ധിപ്പെടുത്തി അവർക്ക് പ്രകാശം കൊടുക്കുക. എങ്ങനെ പ്രകാശം കൊടുത്തു? എങ്ങനെ പ്രകാശം കൊടുക്കുന്നത്?
കേൾക്കണോ നിങ്ങൾക്ക്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സുബഹി നമസ്കരിച്ചിട്ട് ഒരു വ്യക്തി കടന്നു വരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ മുഹമ്മദോ ഇന്നി ഉരീദു അൻ അസ്ലമ. മുഹമ്മദേ, ഞാൻ ഇസ്ലാം മതം പുൽകാൻ ലക്ഷ്യം വെക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. ഷഹാദത്ത് അഥവാ ഒരു മനുഷ്യൻ കലിമ ചൊല്ലാൻ വേണ്ടി ഞാൻ മുസ്ലിം ആകാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു വന്നാൽ വൈകാൻ പാടില്ല എന്നാണ്. ഫത്ഹുൽ മുഈനിൽ കാണാം, ഇസ്തിബ്റാഇന്റെ സമയത്ത്, ഇസ്തിബ്റാ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിബ്റാ എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ചതിന് ശേഷം സാധാരണ രീതിയിൽ പുരുഷന്മാര് അവരുടെ മൂത്രസഞ്ചികൾ കെട്ടിക്കിടക്കുന്നതായ മൂത്രമുണ്ടാകും. അത് അവരുടെ ജനനേന്ദ്രിയത്തിലേക്ക് വരുന്നതാകുന്ന, മൂത്രസഞ്ചിയിൽ നിന്ന് ജനനേന്ദ്രിയത്തിലേക്ക് വരുന്നതാകുന്ന നരമ്പലുകളിൽ എവിടെയെങ്കിലും മൂത്രമൽപ്പം കെട്ടിക്കിടപ്പുണ്ട് എങ്കിൽ അത് പുറത്തെടുക്കാനുള്ള പണിക്കാണ് പറയുന്നത് ഇസ്തിബ്റാ എന്ന് പറയുന്നത്. തൊണ്ടേനൊക്കെ കണ്ടിട്ടില്ലേ കാക്കമാര്? നിങ്ങളോർക്ക് നിങ്ങളെ വിളിച്ചായിരിക്കും. നിങ്ങളെ വിളിച്ചല്ല സംഭവം, ഇത് തൊണ്ടയിടക്കിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കളയണം. അതിനാണ്. ഇല്ലെങ്കിൽ ഖബറിൽ വലിയ ശിക്ഷയാണ്. ഇന്നഹുമാ ലാ യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാളുകളെ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിക്ഷിക്കുന്നത് കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്മാ അഹദുഹുമാ, അതിൽ ഒരാൾ ലാ യസ്തതിറു മിനൽ ബൗൽ, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരിക്ക് മനോഹരം ചെയ്യാത്ത വ്യക്തിയാണ്. ശരിക്ക് നല്ലതുപോലെ കഴുകൂല, ശുദ്ധീകരിക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഫിത്രത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്, ഖംസത്തും ഫിൽ റഅസി വ ഖംസത്തും ഫിൽ ജസദി. 5 എണ്ണം തലയിലുള്ളതാണ്, 5 എണ്ണം ശരീരത്തിലുള്ളതാണ്. അതിലൊന്നാണ് എന്ത്? മലമൂത്ര വിസർജനം വെള്ളം കൊണ്ട് റാഹത്തായ നിലയിൽ നല്ല രീതിയിൽ നടത്തുക എന്നുള്ളത്. അതൊക്കെ ഒരുപാട് പറയണം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, വേറെ വിഷയങ്ങളാണ്. ഏതായിരുന്നാലും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു. ആരെ? ശരിക്കും മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൂത്രമൊഴിച്ചിട്ട് ശരിക്ക് കഴുകാത്തവൻ. ശരിക്ക് കഴുകൂല. ഈ പാൻസൊക്കെ ഇട്ടിട്ട് ചെറുപ്പക്കാരായ ആളുകൾ പള്ളിയിൽ വന്നിട്ട് മൂത്രം ഒഴിക്കുക. അതിനിപ്പോ പള്ളിക്കാര് കമ്മിറ്റിക്കാര് എല്ലാ സ്ഥലത്തും സൗകര്യം ചെയ്തു കൊടുത്തു. എന്ത്? നിന്ന് മൂത്രം ഒഴിക്കാനുള്ള ക്ലോസറ്റ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ കടന്ന് മൂത്രം ഒഴിക്കാനുള്ള ഒരു ക്ലോസറ്റ് കൊടുക്കും. കാരണം എന്താ? ജനങ്ങൾക്ക് ഒപ്പിച്ച്, ഇത് അവനൊപ്പിച്ച് ചെരുപ്പ് ഒപ്പിച്ച് കാല് മുറിക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണ്. സത്യത്തിൽ അത് തെറ്റാണ്. ഞാൻ അതിനെതിരാണ്. ഞാനെന്നല്ല, പണ്ഡിതപക്ഷം അതിനെതിരാണ്. നല്ലതല്ല. കാരണം നിന്ന് മൂത്രം ഒഴിച്ചോ എന്നതിനൊരു പ്രോത്സാഹനം കൊടുക്കണത്. സത്യത്തിൽ ഒരു അടച്ചിട്ട ഒരു ബാത്റൂം സൗകര്യം ചെയ്യുകയാണെങ്കിൽ ഇവനവന്റെ പാൻസ് ഊരിയിട്ട് റാഹത്തായി നിലയിൽ മാന്യമായി മൂത്രം ഒഴിച്ചവൻ പോയേനെ. ഇത് നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തോടുകൂടി വന്ന് കയറുമ്പോഴും ഒന്ന് മൂത്രമൊഴിച്ചിട്ട് അവൻ പോവാൻ. ആരാണ് ഇവിടെ കുറ്റക്കാർ? ഒന്നിരുത്തി ചിന്തിക്കൽ നല്ലതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ട്? കാരണം ഇവൻ ഇങ്ങനെ പാൻസ് ഊരിയിട്ട് അവിടെ നിന്ന് മൂത്രമൊഴിച്ചിട്ട് വന്നു തിരിച്ചു പോകുന്ന വഴിക്കല്ല ഇവന്റെ പാൻസിന് കുറച്ചായി, ഇവൻ നിസ്കരിക്കുന്ന മുസല്ലയിലായി, അടുത്ത് നിസ്കരിക്കാൻ വരുന്നവന്റെ നിസ്കാരവും ഫസാദായി, എല്ലാം ബാത്തിലായി, മൊത്തവും പ്രശ്നമാണ്. അവിടെ വളരെ ശ്രദ്ധിക്കണം. മൂത്രം ഒഴിച്ചിട്ട് അവിടെ ഒരല്പനേരം ശ്രദ്ധിക്കണം. കുറച്ച് തൊണ്ടേനൊക്കെ ഇരിക്കുക. ഒരു ഭാഗം പണ്ഡിതന്മാർ അങ്ങനെ പഠിപ്പിച്ചു. അവര് തന്നെ പറഞ്ഞു, ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗം പിടിച്ച് വസ്ത്രത്തിലേക്ക് പറ്റാത്ത രീതിയിൽ ഒരല്പം കൊണ്ട് നടക്കുക. തൊണ്ടനക്കിക്കൊണ്ട് ഇങ്ങനെ മാറിങ്ങനെ നടക്കുക. അവിടെ തന്നെ, അല്ല റോഡിൽ കൂടെ ഇങ്ങനെ ഉലാത്തുക എന്നല്ല അതിനർത്ഥം. ആചാര്യ ഇതും പിടിച്ചുകൊണ്ട് നടക്കുക, അങ്ങനെയല്ല. അവിടെ തന്നെ കുറച്ചിങ്ങനെ കൊണ്ട് നടക്കുക. അപ്പൊ അതിങ്ങനെ ഇറ്റിറ്റ് പോകും. ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. പ്രായമുള്ള ആളുകൾക്ക് നല്ലത് വശമുള്ളതാണ്. പക്ഷെ ഇന്ന് അധികം ആളുകളും ചിലർ ശ്രദ്ധിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രായപൂർത്തിയെത്തിയ ചെറുപ്പക്കാരൊന്നും തീരെ ശ്രദ്ധയില്ല. അവിടെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചിങ്ങനെ വീണതായിട്ട് തോന്നും. അത് കുഴപ്പമൊന്നുമില്ല, പടച്ചോൻ പുറത്തു വരും എന്നുള്ള സ്റ്റൈലില് നീ പോയാൽ ഇന്നഹുമാ ലാ യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ സയ്യിദുനാ റസൂലുള്ളാഹി. ഖബറിൽ അവരെ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് നബി തങ്ങൾ അവിടെ പറഞ്ഞൊരു വാക്ക് ഇമാം മുസ്ലിം റളിയല്ലാഹുവിന്റെ ആ റിവായത്ത് കൂടി പറയുന്നുണ്ട്. എന്ത്? വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, വൻ പാപത്തിന്റെ മേലല്ല കേട്ടോ അവരെ ശിക്ഷിക്കപ്പെടുന്നത് എന്നുകൂടി നബി തങ്ങൾ പറഞ്ഞു. കള്ളുകുടിച്ചതിന്റെ മേലല്ല, വ്യഭിചരിച്ചതിന്റെ മേലല്ല, 12 കോടിയുടെ ലോട്ടറി അടിച്ചതിന്റെ പേരിലല്ല. പിന്നെ എന്തിന്റെ പേരിലാണ് അവരെ ശിക്ഷിക്കപ്പെടുന്നത്? നിസ്സാരമായി മനുഷ്യന് തോന്നുന്ന ഒരു ചെറിയൊരു കാര്യം. എന്താണത്? മൂത്രമൊഴിച്ചിട്ട് ശരിക്ക് കഴുകാത്തതിന്റെ പേരിലാണ് അവരെ ശിക്ഷിക്കുന്നത് എന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അത് ചെറിയ കാര്യമല്ല. അതാണ് ഇസ്തിബ്റാ. മറ്റൊന്ന് രണ്ടാളുകളാ. മറ്റൊന്ന് നമീമത്തിന്റെ അഹ്ലുകാർ. അവനാണ് ഈ 2 പേരെയാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഖബറിലെ ശിക്ഷ ലഘൂകരിക്കുന്നതിന് വേണ്ടി ചെടി നാട്ടിയതായി ഹദീസിൽ കാണാം. നമ്മളൊക്കെ ഖബറിന്റെ മുകളിൽ ചെടി നാട്ടുന്നില്ലേ? മൂത്രം ഒഴിക്കരുത്, മൂപ്പര് ചെറുപ്പത്തിൽ മൂത്രം ഒഴിച്ചു, അവിടെ കുറച്ച് ചെടി നാട്ടി വെച്ചേക്കാന്ന് വരുതിയ പോരാ, ശിക്ഷ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
അവിടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോ, ഞാൻ അടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെ നമ്മുടെ വസ്ത്രം അശുദ്ധിയായി, നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് ശരീരം ശുദ്ധിയാകുക, വസ്ത്രം ശുദ്ധിയായിരിക്കുക, നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയായിരിക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിസ്കാരം കൊണ്ട് എന്ത് ഫായിദ, ഒമൽ ഫായിദ, പ്രയോജനം എന്താണ്? ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനത് ചൂണ്ടി വെച്ചു എന്നുള്ളതോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതൊരു മറ്റൊരു വിഷയം. ഖബറിന്റെ ശിക്ഷകൾ പറയാൻ നിങ്ങൾ ഒരു ദിവസം വിളിക്കാൻ, നമുക്ക് അന്നിരിക്കാം, കുറേ കാര്യം പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഏതായിരുന്നാലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ വാക്ക് ഇസ്തിബ്റാഇന്റെ പണി നടത്തുക എന്ന വാക്ക് വെച്ചുകൊണ്ട് ഫത്ഹുൽ മുഈനിൽ അവിടെ ഒരു ചർച്ച കാണാം. ഇസ്തിബ്റാ എന്ന് പറഞ്ഞാൽ അങ്ങനെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൂത്രമൊഴിച്ചതിന് ശേഷം അവന്റെ മൂത്രസഞ്ചിയിൽ നിന്ന് ജനനേന്ദ്രിയത്തിലേക്ക് വരുന്നതാകുന്ന ആ നരമ്പിൽ എവിടെയെങ്കിലും ഒരല്പം മൂത്രം കെട്ടിക്കിടപ്പുണ്ട് എങ്കിൽ അത് പുറത്തെടുക്കാൻ വേണ്ടിയുള്ള പണി ഒരാൾ എടുത്തുകൊണ്ടിരിക്കുക. മൂത്രം ഒഴിച്ചതിന് ശേഷം പറയാം. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാം, അതെ എനിക്കൊന്ന് മുസ്ലിം ആകണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോലും അവര് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കണം എന്നാണ് പണ്ഡിതപക്ഷം, ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ചിന്തിക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഞാനിതൊന്ന് കഴിഞ്ഞിട്ട് വരട്ടെ, 5 മിനിറ്റ് തൊണ്ടനക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്താ? ഷഹാദത്ത് ഒരു മനുഷ്യന് പെട്ടെന്ന് കൊടുത്താൽ ആ സെക്കൻഡിനുള്ളിൽ തന്നെ അവന്റെ ഈമാന്റെ പ്രഭ, എത്ര നാൾ നീ മോമിനായിട്ട് ഷഹാദത്തിൽ നിലകൊള്ളുന്നോ അത് ഭയങ്കര ശ്രേഷ്ഠതയാണ്. അത് മോമിൻ എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ ഞാനത് പറയാം, കുറച്ച് കഴിയട്ടെ. മോമിന്റെ ശ്രേഷ്ഠത പറയുന്നത് ചെറുതല്ല, വലിയ വിഷയമാണ്. ഒരു സെക്കൻഡിൽ കൂടുതൽ മോമിനാകാൻ പറ്റുമോ അത്രയും. കാരണം ഹിദായത്താണ് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് അവനോട് അപ്പോൾ പോലും പറയാൻ പാടില്ല, വേഗം ചൊല്ലിക്കൊടുക്കണമെന്നാണ് പണ്ഡിതപക്ഷം. അപ്പൊ മുത്തുനബിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയാൻ, എന്ത് നബി എനിക്ക് മുസ്ലിം ആകണം. എപ്പോഴാ സംഭവം? സുബൈ നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് സംഭവം നടക്കുന്നത്. തങ്ങൾ പിന്തിക്കോ? ഒരിക്കലുമില്ല. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിക്കൊടുക്കുകയാണ്. അദ്ദേഹം അത് ഏറ്റു ചൊല്ലിക്കൊണ്ട് മുസ്ലിമാവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരം പിടിച്ചുകൊണ്ട് മുസ്ലിമാവുകയാണ്. ളുഹറിന് മുമ്പ് തന്നെ സ്വഹാബത്തോടി വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, തുവഫിയ ദാലിക സ്വഹാബിയു യാ റസൂലല്ലാഹ്. ഏതൊരു വ്യക്തിയാണോ സുബൈ നമസ്കാരം കഴിഞ്ഞ് തങ്ങളുടെ തിരിചാരത്ത് വന്നുകൊണ്ട് തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഷഹാദത്ത് ഏറ്റെടുത്തത്, അദ്ദേഹം ഇതാ വഫാത്തായി നബിയേ, മരണപ്പെട്ടു പോയി നബിയേ. തുവഫിയ ദാലിക സ്വഹാബിയു യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടിത്തെരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നബി തങ്ങൾ ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഏതൊക്കെ കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചെയ്യണമോ ആ കാര്യങ്ങൾക്കെല്ലാം റസൂൽ നേതൃത്വം കൊടുക്കുകയാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ പറയുകയാണ്. സഹാബത്ത് മയ്യത്ത് കുളിപ്പിക്കുകയാണ്. മയ്യത്ത് കഫൻ ചെയ്യാൻ പറയുകയാണ്. സഹാബത്ത് മനോഹരമായി കഫൻ ചെയ്യുകയാണ്. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്ന് വെച്ച് ജനാസയ്ക്ക് മുന്നിൽ റസൂലുള്ള വന്നുകൊണ്ട് നിന്നുകൊണ്ട് വിങ്ങലോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം വേണോ? ആ മനുഷ്യന്റെ ജനാസ സഹാബത്ത് തോളിലേറ്റുകയാണ്, ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്. മസ്ജിദുൻ നബവിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോവുകയാണ്. റസൂലുള്ള ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്. എല്ലാ സഹാബത്തും മാറിക്കൊടുക്കുകയാണ്. ലോകത്തിന്റെ നായകനിതാ ഖബറിന്റെ സമീപത്തേക്ക് വന്നു. മയ്യത്ത് ജനാസ ഇറക്കി വെക്കാൻ വേണ്ടി അരുൾ ചെയ്യുകയാണ്. റസൂലുള്ള തന്റെ തൃക്കരം തൊട്ടുകൊണ്ട് ജനാസ സഹാബത്ത് അതിന്റെ അകമ്പടിയോടുകൂടി ഇറക്കി വെക്കവേ ഫറജഅൽ ഖഹ്ഖറാ അല്ലാഹുവിന്റെ റസൂൽ പിറകോട്ടോടി മാറുകയാണ്. റസൂലുള്ള പിറകോട്ട് നീങ്ങി നിൽക്കുക.
കിടക്കുകയാണ്. സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാലക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എന്ത് പറ്റി റസൂലേ? എന്തോ വല്ലത് കണ്ടിട്ടുണ്ടോ റസൂലേ? ഖബറിൽ വല്ല ശിക്ഷയുമുണ്ടോ? ഖബറിൽ എടുക്കമുണ്ടോ? ഖബറിൽ ഞെരുക്കമുണ്ടോ? ഖബറിൽ സർപ്പമുണ്ടോ? ഖബറിൽ അദാബുണ്ടോ? എന്ത് കണ്ടിട്ടാണ് പിറകോട്ട് മാറിയത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ല സഹാബ, ഇല്ല സഹാബ, ഖബറിൽ എടുക്കമില്ല, ഞെരുക്കമില്ല, മറിച്ച് സന്തോഷത്തിൻ്റെതായ നോക്കാണ്, സന്തോഷത്തിൻ്റെതാകുന്ന കാഴ്ചയാണ്. ഒരു ചെറിയ കാഴ്ചയല്ല ഞാൻ കണ്ടത്. റഅയ്തുൽ ഹൂറൈൻ തദ്ഖുലാനി അലാ ഖബരിഹി വതൻസുആനി കഫനഹു വതുഖബ്ബിലാനിഹി. ഹൂറിലീങ്ങളിൽപ്പെട്ട രണ്ട് സ്ത്രീകളെ, അതിസുന്ദരികളാകുന്ന സ്ത്രീകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. അവർ ഖബറിലേക്ക് ഇറങ്ങി വന്നു. മനോഹരമായ അദ്ദേഹത്തിന്റെ ജനാസയുടെ സവിധത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കഫം പുടവ മാറ്റി അദ്ദേഹത്തിന്റെ നഗ്നമാക്കപ്പെട്ട ശരീരത്തിൽ ചുംബനം കൊടുക്കുന്നത് ഞാൻ കാണുകയാണ്. ഞാനൊരു സാധാരണ മനുഷ്യനല്ലല്ലോ സ്വഹാബ, അസാധാരണ വ്യക്തിത്വമല്ലയോ ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രവാചകൻ സ്വഹാബത്തെ കാണാത്ത കാഴ്ച പ്രവാചകന്റെ കണ്ണുകൊണ്ട് അല്ലാഹു കാണിക്കുകയാണ്. ആ കൂടെയുള്ള സ്വഹാബത്തെ കാണാത്ത കാഴ്ച റസൂലുള്ള കണ്ണുകൊണ്ട് കാണുകയാണ്. തുടുത്തു വെളുത്തതാകുന്ന ഹൂറുൽ-ഈങ്ങൾ കടന്നു വന്നുകൊണ്ട് ജനാസയുടെ കഫം പുടവ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ചുംബിക്കുന്നത് കാണുകയാ. അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട സ്ത്രീകളെ കാണൽ എനിക്ക് അല്ലാഹു അനുവദിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിറകോട്ട് മാറിയത്. ഹൂറുൽ-ഈങ്ങൾ അദ്ദേഹത്തോട് ധൃതി പിടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഈ ഹദീസ് എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു, ആരാണ് ഇമാം വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണെന്ന് തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫത്തുൽ മുഹ്താദിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തി വെച്ച രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ, വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ, കിഴക്കൻ ചക്രവാളങ്ങളിലൂടെ പ്രഭുപരത്തിക്കൊണ്ട് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഒളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പില്ലയോ, ആ പടച്ചറപ്പിനൊരൊറ്റ സുജൂദ് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? സുബഹി കഴിഞ്ഞ മുസ്ലിമായവനാ, ളുഹറിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ നേട്ടം ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖായ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി പിടിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരം പിടിച്ചുകൊണ്ട് മുസ്ലിം ആകാൻ പറ്റി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഹൂറുൽ-ഈങ്ങൾ കടന്നു വരുകയാണ്. ആരാ കണ്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇനി നീ അവിശ്വസിക്കണ്ട. ഇതാർക്ക് കിട്ടിയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സാദാ സീദാ വ്യക്തിക്ക് കിട്ടിയ വ്യക്തിയാണ്. ഞാൻ സാദാ സീദ എന്ന് പറയാൻ കാരണം എന്താ കാരണം? അദ്ദേഹം കുറെ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല, പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാപകലോളം പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്തു? അള്ളാന്റെ റസൂലിന്റെ തൃക്കരം പിടിച്ചുകൊണ്ട് ഒരു സെക്കൻഡിൽ ഇസ്ലാം മതം പുൽകി. കിട്ടിയ നേട്ടണ്ട ഹൂറുൽ-ഈങ്ങൾ ഖബറിൽ കഫം പുടവ മാറ്റിയിട്ട് ഉമ്മ നോക്കാൻ തുടങ്ങിയിരിക്കുക. നബി മാറിക്കളഞ്ഞു നാണം കൊണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതാ മനസ്സിലാക്കേണ്ടത്.
അപ്പൊ ഒരുപാട് സുജൂദ് ചെയ്യുക എന്നതിലല്ല. ഇവിടെ ശ്രദ്ധിക്കണം. ഈമാൻ ശരിക്കൊന്ന് ഉറപ്പിക്കണേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹിദായത്തൊന്ന് ഉറപ്പിക്ക്. ചെറിയ കാര്യമല്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വലം യസ്ജുദു ലില്ലാഹി സജദതൻ വാഹിദ. ഒരു സുജൂദ് പോലും അല്ലാഹ്ക്ക് ചെയ്യാത്ത വ്യക്തിയാണ് അദ്ദേഹം. കാരണം സമയം കിട്ടിയില്ല. ളുഹറിന് പള്ളി വരാനിരുന്നാണ്. സുബഹി കഴിഞ്ഞ മുസ്ലിം ആയത്. അങ്ങോട്ട് പോയി, അപ്പോഴേനെ മരണപ്പെട്ടു. നമ്മൾ ചിന്തിക്കണം. ഇതാണ് സ്വഹാബത്ത്. ആര് മുഖേന ഹിദായത്തിലെത്തി? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സ്വഹാബിയുടെ ശ്രേഷ്ഠതയാണ് ഈ പറഞ്ഞത്. അപ്പൊ നിസ്കരിക്കുന്നവരുടെ, സകാത്ത് കൊടുക്കുന്നവരുടെ, സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് മുത്തുനബിയോടൊപ്പം ഹിജറ പോയ ആളുകൾ, സ്വന്തം ശരീരം പണയപ്പെടുത്താൻ വേണ്ടി ബദറിലേക്കും ഉഹദിലേക്കും ഇറങ്ങിത്തിരിച്ച ബദരീങ്ങളും ഉഹദീങ്ങളും അടക്കം വരുന്ന സ്വഹാബത്തിന്റെ ഒക്കെ ശ്രേഷ്ഠത പിന്നെ വല്ലം പറയണോ? സുബ്ഹാനല്ലാഹ്. ഒന്നുമില്ലാത്തൊരു സ്വഹാബി എന്ന് പറഞ്ഞാൽ ഒരു അമലും ചെയ്യാൻ പറ്റാത്ത, എന്നാൽ മുത്തുനബിയുടെ കൈകൊണ്ട് ഇസ്ലാം മതം പുൽകാൻ പറ്റിയ ഒരു സ്വഹാബിയുടെ ശ്രേഷ്ഠത തന്നെ റസൂലുള്ള നമുക്ക് വിവരിച്ചു തന്നു. അള്ളാഹുവിന്റെ റസൂൽ മുഖേന ഹിദായത്ത് കിട്ടിയതിന്റെ ശ്രേഷ്ഠതയാണ്. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു ഈ സദസ്സിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്ക്. സ്വഹാബത്തിന് എന്താ ശ്രേഷ്ഠത? സ്വഹാബിയാരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ സ്വഹാബത്ത് ആരാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബത്ത് നശ്റത്ത് തുല്യരാണ്. അവരെല്ലാരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് ഹിദായത്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നീ ചോദിക്കുന്ന ഹിദായത്തില്ലേ, അതേ വാക്ക് തന്നെ ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും സയ്യിദുനാ റസൂലുള്ളാഹി. നീ ഇഹ്ദിനാന്ന് ചോദിക്കുന്ന ഹിദായത്ത് വേണോ? എന്നാ ഈ സ്വഹാബത്തിനെ പിടിച്ചോ, അതാണ് അതിന്റെ അർത്ഥം. സ്വഹാബത്തിനെ പിടിച്ചാൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹി നബി അത് പറഞ്ഞു വെച്ചു. അങ്ങനെ ആയിരുന്നല്ലോ സ്വഹാബത്തിനൊന്നും ശ്രേഷ്ഠത പറയുന്നില്ല. ഒക്കെ വിവരിക്കണം. ഒരുപാട് സ്വഹാബത്തിനെ പറയേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഒക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. ഓരോ സ്വഹാബിയും എടുത്തു പറയേണ്ടതാണ്. ചെറിയ ആളുകളല്ല. മരിദൽ ഹബീബു ഫസുറുതുഹു ഫമരിൽതു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാനവറുകളുടെ വാക്ക. എന്ത്? മരിദൽ ഹബീബു ഫസുറുതുഹു ഫമരിൽതു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായി കിടക്കുന്ന പ്രവാചകനെ കാണാൻ ഞാൻ ചെന്നു. നബി തങ്ങൾ രോഗിയായത് അറിഞ്ഞപ്പോൾ എനിക്ക് രോഗം പിടിപെട്ടു. നബിയോടുള്ള മഹബ്ബത്താണത്. തങ്ങളെ രോഗിയായി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ രോഗിയായി കിടപ്പായി. ശുഫിയൽ ഹബീബു ഫസാറനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം ശമനം വന്നപ്പോ നബി തങ്ങൾ എന്നെ കാണാൻ വന്നു. എന്നെ ഒന്ന് സന്ദർശിച്ചു. കാരണം രോഗിയെ സന്ദർശിക്കൽ അതൊരു വലിയ പുണ്യമാണ്. നബി തങ്ങൾ പഠിപ്പിച്ച മാതൃകയാണ്. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഒന്ന് നോക്കലുകൊണ്ട് എന്റെ രോഗം പരിപൂർണമായി ശമനമായി. ഒക്കെ മഹബ്ബത്തിന്റെ വാക്കാണ്. ഒക്കെ തിരിയണമെങ്കിൽ മഹബ്ബത്ത് വരണം, സ്വലാത്ത് അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അങ്ങനെ സ്വഹാബത്ത്, നബിയിലേക്ക് ലയിച്ചു പോയ സ്വഹാബത്ത്, അവരുടെ ചരിത്രം പറയല്ല, മറിച്ച് സ്വഹാബത്ത് ആരാണ്? റസൂലുള്ളാഹി പറയുകയാണ്, ലാ തമസ്സുന്നാറു മൻ റആനി വഹുവ മുഅ്മിൻ. എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ട വ്യക്തികൾ ഒരിക്കലും നരകത്തിൽ കടക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട വാക്ക്. എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ട ഒരൊറ്റ ഒരുത്തനും ഇവിടെ കടക്കൂല, നരകത്തിൽ കടക്കൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ
അവരെ പിൻപറ്റിക്കോളാൻ പറഞ്ഞത്. അപ്പൊ പിൻപറ്റിയാലോ നീ നരകത്തിൽ കിടക്കൂല, ഇഹ്തദൈതും നിനക്ക് ഹിദായത്ത് കിട്ടും. എന്നിട്ട് നിർത്തിയില്ല. വമൻ റആ റആനി വഹുവ മുഅ്മിൻ, എന്നെ കണ്ടവരെ കണ്ടു. എങ്ങനെ കണ്ടു? വഹുവ മുഅ്മിൻ, വിശ്വസിച്ചുകൊണ്ട് കണ്ടു. അഥവാ സ്വഹാബത്തിനെ കണ്ട് വിശ്വസിച്ചതാകുന്ന താബീകൾ അവരും നരകത്തിൽ കടക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തമസ്സുന്നാറു മൻ റആനി വഹുവ മുഅ്മിൻ വമൻ റആ റആനി വഹുവ മുഅ്മിനുൻ സദഖ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണിത്, ചെറിയ കാര്യമല്ല. അപ്പൊ സ്വഹാബത്തിനെ നിങ്ങൾ പിൻപറ്റി, നിങ്ങൾ രക്ഷപ്പെട്ടു. ആ സ്വഹാബത്തിനെ പിൻപറ്റുന്നതായ താബീങ്ങൾ അവരും രക്ഷപ്പെട്ടു. അവർ മുഅ്മിനാണോ? അവരെ കണ്ടുകൊണ്ട് വിശ്വസിച്ചവനാണോ? രക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്.